السلام عليكم ورحمة الله وبركاته. مختصر 40. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه. وهو في القرآن كثير، وإذا تليت عليهم آياته زادتهم إيمانا، يذبح أبناءهم ينزع عنهما لباسهما، يوما يجعل الولدان شيبا، وأخرجت الأرض أثقالها، وغير مختص بالخبر بل يجري في الإنشاء، نحو يا هامان ابن لي صرحا، ولا بد له من قرينة لفظية كما مره، أو معنوية كاستحالة قيام المسند بالمذكور عقلا كقولك محبتك جاءت بي إليك، أو عادة نحو هزم الأمير الجند وصدوره عن الموحد مثل أشاب الصغير. وهو في القرآن كثير. وهو أي المجاز العقلي. المجاز العقلي في القرآن كثير. ഖുർആനിൽ ഒരുപാട് ഉണ്ട്. ഐ കസീറുൻ ഫീ നഫ്സിഹി. ഫീ നഫ്സിൽ അത് കസീറാണ്. മജാസ് അഖ്ലി ഖുർആനിൽ ഒരുപാടുണ്ട് എന്നർത്ഥം. എന്നല്ലാതെ ഹഖീഖത്ത് അഖ്ലിയത്തിനേക്കാൾ കൂടുതൽ ഉണ്ട് എന്നല്ല. ഖുർആനിൽ മജാസ് അഖ്ലി ഒരുപാടുണ്ട്. ലാബിൽ ഇലാഫത്തി ഐ കസീറുൻ ഫീ നഫ്സിഹി. സ്വന്തം നഫ്സിൽ അത് ഒരുപാടുണ്ട്. ഹഖീഖത്ത് അഖ്ലിയത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് മജാസ് അഖ്ലി അധികമുണ്ട് എന്നല്ല. ലാബിൽ ഇലാഫത്തി ഇലാ മുക്കാബിലിഹി, അതിന്റെ മുക്കാബിലയിലേക്ക് ചേർത്ത് നോക്കിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഹത്താ യകൂനൽ ഹഖീഖത്തുൽ അഖ്ലിയത്തു, ഹഖീഖത്ത് അഖ്ലിയത്ത് ആവാൻ വേണ്ടി, കലീലത്തൻ കലീലാവാൻ വേണ്ടി, മജാസ് അഖ്ലിയും ഹഖീഖത്ത് അഖ്ലിയും നോക്കുമ്പോൾ ഖുർആനിൽ അധികമുള്ളത് ഏത് തന്നെയാണ്? ഹഖീഖത്ത് അഖ്ലിയത്ത് തന്നെയാണ്. പക്ഷേ ഒരുപാട് മജാസ് അഖ്ലിയ ഖുർആനിൽ ഉണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വതഖ്ദീമു ഫിൽ ഖുർആനി അലാ കസീറുൻ. കസീറുൻ എന്നതിനേക്കാൾ ഫിൽ ഖുർആനി എന്ന ലഫ്ദിനെ മുന്തിക്കൽ ലി മുജറദിൽ ഇഹ്തിമാമി, അത് പ്രത്യേകമായി ഫിൽ ഖുർആനി എന്ന കലിമത്തിന് ഒരു പരിഗണിച്ചതിന് വേണ്ടിയാണ്. ഏതിനേക്കാൾ? കസീർ എന്ന ലഫ്ദിനെ പരിഗണിച്ചതിനേക്കാൾ കൂടുതൽ പരിഗണന ഫിൽ ഖുർആനി എന്നതിന് നൽകി. കൂടുതൽ പരിഗണിക്കുന്നതിനെ മുന്തിക്കൽ സ്വാഭാവികമാണ്. അല്ലാതെ അവിടെ എന്തല്ല, ഇഖ്തിസാസിന് വേണ്ടി ഖുർആനിൽ മാത്രം മജാസ് അഖ്ലി ഒരുപാടുണ്ട് എന്ന അർത്ഥത്തിന് അല്ല. ഖുർആനിലും ഖുർആൻ അല്ലാത്തതിലും മജാസ് അഖ്ലി ഉണ്ട്. പിന്നെ ഫിൽ ഖുർആനി എന്ന ഖബറിനെ മുന്തിച്ചു, കസീറുൻ എന്ന മുബത്തദനെ പിന്തിച്ചു. അത് മുന്തിക്കാനുള്ള കാരണം പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ ഉള്ളത് ആ ഫിൽ ഖുർആനി എന്ന ആ ലഫ്ദിനെ പ്രത്യേകമായി ഒന്ന് പരിഗണിച്ചതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഖബറിനെ മുന്തിക്കാം എന്നാണല്ലോ നിയമം. വല്ലസുലു ഫിൽ അഖ്ബാരി അൻതു അഖറ വജവസു തഖ്ദീമ ഇദ്ലാ ളററ. ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ മുന്തിക്കുകയും ചെയ്യാം. ഒരു കാരണമില്ലെങ്കിലും ഖബറിനെ മുന്തിക്കാം. ഖബറിനെ മുന്തിക്കൽ നിർബന്ധമായ സ്ഥലങ്ങളുണ്ട്, അത് വേറെയുണ്ട്.
ഇവിടെ ഇപ്പോ ഫിൽ ഖുർആനി എന്ന ഖബറിനെ മുന്തിച്ചത് ഖുർആൻ എന്ന ലഫ്ദിന് പ്രത്യേകമായ പരിഗണന നൽകി. അതുകൊണ്ടാണ് കസീർ എന്ന ലഫ്ദിനേക്കാൾ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു ഐ ആയാതുല്ലാഹി തആല, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാന, ആ ആയാത്ത് അവർക്ക് ഈമാനിനെ വർദ്ധിപ്പിക്കും. അപ്പൊ സാദനെ ഇസ്നാദ് ചെയ്തത് ആയാത്തിലേക്ക് മടങ്ങുന്ന ദമീറിലേക്കാണ്, അതായത് ആയാത്തിലേക്കാണ്. ഇതെന്താണ് മജാസ് അഖ്ലിയ. ആയാത്ത് വർദ്ധിപ്പിക്കുകയില്ല എന്നുറപ്പാണ്. ഉസ്നിദ സിയാദത്തു, സിയാദത്തിനെ ഇസ്നാദ് ചെയ്യപ്പെട്ടു. വഹിയ, ഈ സിയാദത്ത് ഫിഅലുല്ലാഹി തആലയാണ്. ഇലൽ ആയാത്തി, ആയാത്തിലേക്ക് എന്ത് ചെയ്തു? ഇസ്നാദ് ചെയ്തു. അതിൽ കൗനിഹ സബബല്ലഹ, ആയാത്ത് എന്താണ്? സബബൻ, ആയാത്ത് ആയതിനു വേണ്ടിയിട്ടാണ്. സബബല്ലഹ, ആ സിയാദത്തിനുള്ള സബബ് ഈ ആയാത്താണ്. അപ്പോൾ സബബിലേക്കാണ് ഇവിടെ ഇസ്നാദ് ചെയ്തത്. സബബും ഫീലുമായിട്ട് ഒരു മുലാബസത്തുണ്ട്. ഈ ഗൈറുമാഹുവലഹു എന്താവണം? ഫീലുമായിട്ട് ഒരു മുലാബസത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സബബിലേക്കാണ് ഇസ്നാദ്. യുദബ്ബിഹു അബ്നാഅഹും, ഫിർഔന് അവരുടെ ആൺമക്കളെ അറുക്കുന്നു. ഈ തദ്ബീഹ് ഫിർഔനല്ല അറുക്കുന്നത് അവിടെ. നുസിബത്ത് തദ്ബീഹുൽ ലദീ ഹുവ ഫീലുൽ ജൈശി ഇലാ ഫിർഔന, സൈന്യത്തിന്റെ പ്രവൃത്തിയായ ഈ തദ്ബീഹ് എന്നതിനെ നിസ്ബ ചെയ്യപ്പെട്ടു, ചേർക്കപ്പെട്ടു. ആരിലേക്ക്? ഇലാ ഫിർഔന, ഫിർഔനിലേക്ക് ചേർത്തി. ഫിർഔന് അറുക്കും എന്നാണ് പറയുന്നത്. ഫിർഔന് ആ ബനൂ ഇസ്രായേലിലെ ആൺമക്കളെ അറക്കുന്നവനായ നിലയിൽ, അതാ ഫിർഔനിലേക്ക് ഇസ്നാദ് ചെയ്യാനുള്ള കാരണം ലിഅന്നഹു സബബുൻ ആമിറുൻ, അവനാണ് ആമിറായ സബബ്. അവിടെയും സബബിലേക്കാണ് ഇസ്നാദ് ചെയ്തത്. അതാണ് മജാസ് അഖ്ലി. ഖുർആനിൽ കസീർ, ഒരുപാട് ഉണ്ട്. അടുത്തതെന്താണ്? യൻസിഉ അൻഹുമാ ലിബാസഹുമാ, യൻസിഉ അൻഹുമാ ലിബാസഹുമാ, അഅറാഫ് സൂറത്തിലാണ്. ഇബ്ലീസ് ആദം ഹവ്വാ അലൈഹിമസ്സലാമിൽ നിന്ന് ഊരിക്കളഞ്ഞു. അവരുടെ വസ്ത്രത്തെ ഊരുന്നവനായിരുന്നു. ആര്? ഇബ്ലീസ്. ആ പഴം തിന്നതിന് ശേഷം. അപ്പോഴാണ് ഇവരെ സ്വർഗീയ ഭക്ഷണം ഊരിപ്പോയത്. അത് ഇബ്ലീസ് ഊരുന്നു എന്നാണ് പറഞ്ഞത്. നുസിബ നസുഉൽ ലിബാസി അൻ ആദമ വ ഹവ്വാ അലാ നബിയിന വ അലൈഹിമസ്സലാം. ആദം അലൈഹിസ്സലാം, ഹവ്വാ അലൈഹിസ്സലാം, ഈ രണ്ടുപേരിൽ നിന്നുള്ള വസ്ത്രത്തെ ഇവർ രണ്ടുപേരിൽ നിന്നുള്ള ലിബാസിന്റെ ഊരലിനെ ചേർക്കപ്പെട്ടു. ഹുവ ഫീലുല്ലാഹി തആലയാണ്. ആ നസ് ആരുടെ ഫീലാണ്? അല്ലാഹുവിന്റെ ഫീലാണ്. ആരിലേക്ക് ചേർത്തി? ഇലാ ഇബ്ലീസ, ഇബ്ലീസിലേക്ക് ചേർത്തി. ലിഅന്ന സബബഹു, ആ നസ്ഇന്റെ സബബ് അൻ അകുലു മിനശ് ശജറത്തി, മരത്തിൽ നിന്ന് ഭക്ഷിക്കലാണ്. വസബബുൽ അഖ്ലി, അഖ്ലിന്റെ സബബോ വസ്വസത്തുഹു, ഇബ്ലീസിന്റെ വസ്വാസാക്കലാണ്. വമുഖാസമത്തുഹു ഇയ്യാഹുമാ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ആദം ഹവ്വാ അലൈഹിമസ്സലാം അവരോട് സത്യം ചെയ്തു പറയലാണ്. വഖാസമഹുമാ എന്ന് പറഞ്ഞിട്ട് അവന് സത്യം ചെയ്തു. ഇയ്യാഹുമാ, അവർ രണ്ടുപേരോടും അവന്റെ സത്യം ചെയ്യലുമാണ്. എന്ത്? ബിഅന്നഹു ലഹുമാ മിനൻ നാസിഹീൻ,
അവൻ അവർക്ക് സതുപദേശം ചെയ്യുന്നവരിൽപ്പെട്ടവനാണ്. അപ്പൊ ഇവന്റെ ഈ ചക്രവാക്ക് കേട്ടിട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പഴം ഭക്ഷിച്ചു. അപ്പൊ സ്വർഗീയ ഭക്ഷണം ഊരി. അപ്പോൾ ഇബ്ലീസിന്റെ ഈ പ്രസംഗവും അവരോടുള്ള സത്യം ചെയ്യലും അത് കാരണമായിട്ടാണ് ആദം നബിയും ഹവ്വാ ബീവി റളിയല്ലാഹു അലൈഹിം വസ്സലാം രണ്ടുപേരും അതിൽ നിന്ന് പഴം ഭക്ഷിക്കാനുള്ള കാരണം. അത് ഇബ്ലീസാണ് അതിന്റെ കാരണം. അതുകൊണ്ട് ഇബ്ലീസിലേക്ക് ഇവിടെ എന്താക്കി? അത് ഇബ്ലീസ് ആമിറാണ്, ഇസ്നാദ് ചെയ്തു. ഇത് മജാസ് അഖിലിയാണ്. പിന്നെ വയൗമൻ യജ്അലുൽ വിൽദാന ശീബാൻ, വയൗമൻ നസ്ബുൻ അലാ അന്നഹു മഫ്ഊലുൻ ബിഹി. അത് മഫ്ഊൽ ഫീഹി അല്ല, മഫ്ഊൽ ബിഹി ആണ് എന്ന നിലക്ക് നസ്ബാക്കപ്പെട്ടതാണ്. മഫ്ഊൽ ബിഹി എന്ന് പറയുമ്പോൾ ലിതത്തഖൂന, തത്തഖൂന എന്നതിനുള്ള മഫ്ഊൽ ബിഹി. അപ്പോൾ എങ്ങനെ ആയത്ത് ഫകൈഫ തത്തഖൂന ഇൻ കഫറതും യൗമൻ യജ്അലുൽ വിൽദാന ശീബാന. ഫകൈഫ തത്തഖൂന, ഈ തത്തഖൂന എന്നതിന്റെ മഫ്ഊലാണ്. അത് രണ്ടാം മഫ്ഊലുമാവാം, വെറും മഫ്ഊൽ ബിഹിയും ആവാം. ലിതത്തഖൂന, തത്തഖൂന എന്നതിനുള്ള എന്നതിന്റെ മഫ്ഊല്. നസ്ബുൻ, ഈ യൗമൻ എന്നുള്ളത് നസ്മാക്കപ്പെട്ടതാണ്. അല അന്നഹു, ആ യൗമൻ ആണ് എന്നതിന്റെ മേൽ, മഫ്ഊൽ ബിഹിയാണ് എന്നതിന്റെ മേൽ. ആർക്കുള്ള മഫ്ഊൽ ബിഹി? ലി തത്തഖൂന, തത്തഖൂന എന്നതിന്. എവിടെയുള്ള തത്തഖൂന? ഈ ആയത്തിലുള്ള. ഫകൈഫ തത്തഖൂന എന്നാണ്. മുസമ്മിൽ സൂറത്ത് 17-ാമത്തെ ആയത്താണത്. ഫകൈഫ തത്തഖൂന ഇൻ കഫറതും യൗമൻ യജ്അലുൽ വിൽദാന ശീബാ. നിങ്ങൾ സത്യനിഷേധം സ്വീകരിക്കുകയാണെങ്കിൽ, കുട്ടികളെ നരച്ചവരാക്കുന്ന ഒരു ഭയങ്കര ദിവസത്തെ നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക? അവ സൂക്ഷിക്കുക എന്ന അർത്ഥം വെക്കുമ്പോൾ യോമൻ എന്നുള്ളത് മഫ്ഊൽ ബിഹി, മുത്തലക്ക് മഫ്ഊൽ ബിഹിയാണ്, രണ്ടാം മഫ്ഊലല്ല. കാക്കുക എന്ന് തത്തക്കൂന എന്നതിന് അർത്ഥം വെച്ചാൽ യോമൻ എന്നുള്ളത് രണ്ടാം മഫ്ഊലുമാകും. അതായത് ഇവിടെ എന്താ പറയുന്നത്? തത്തക്കൂന. പിന്നെ ഈ തത്തക്കൂന എന്ന് പറഞ്ഞോടത്ത് അതിന്റെ അസില് ഇത്തക്കായത്തക്കി, തത്തക്കി തത്തക്കൂന, അസുലുഹു തത്തക്കിയൂന എന്നാണല്ലോ അതിൻ്റെ. ഇത്തക്ക ആണത്. ഇത്തക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ذليني فاطا في افتئال أبدلا وأشذ في ذي الهمز نهو التكلا. അത് ഇഫ്തിആല് ബാബാണ്. ഇഫ്തഅല വസനാണ് ഇത്തക്കാന്നുള്ളത്. ഇഫ്തഅല വസനാകുമ്പോൾ അതിന്റെ അസലെന്താണ്? ഇത്തക്ക യത്തക്കി, ഇഫ്തഅല യഫ്തഇലു. ഇത്തക്കന്റെ അസല് ഇവുത്തക്ക എന്നാകുമ്പോൾ ഫാ അക്ഷരം എന്തായി? വാവായി. ഫാ അക്ഷര ഇഫ്തഅല വസനിന്റെ ഫാ വാവും യാവും ആയാൽ, വാവോ യാവോ ആയാൽ അതിനെ മറിച്ച് താ ആക്കും, എന്നിട്ട് ഇദ്ഗാം ചെയ്യും മറ്റേ തായിൽ, ഇഫ്തഅലന്റെ തായില്. അതാണ് ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ذليني فاطا في افتعال أبدلا وأشذ في ذي الهمز نهو
മുത്തക്കലാ. ആ ബൈത്തിൽ പറഞ്ഞത് എന്താണ്? ഇഫ്തിആലിന്റെ ഫാ ലീനിന്റെ അക്ഷരമായാൽ അഥവാ വാവോ യാവോ ആയാൽ ആ വാവ് അല്ലെങ്കിൽ യാ എന്ന ഫാ അക്ഷരത്തെ താ ആക്കിയിട്ട് നീ മറിച്ചോ. അതേ സമയത്ത് ഫാ അക്ഷരം ഹംസയായാൽ അങ്ങനെ താ ആക്കി മറിക്കൽ ഷാദുമാണ്. ഇത്തക്കല അത് അസ്ലി ഇത്തക്കല എന്നാ. അവിടെ ഹംസനെ മറിച്ച് താ ആക്കിയിട്ട് ഇദ്ഗാം ചെയ്തു, അത് ഷാദാണ്. ഇത് പൊതുവെയുള്ള നിയമമാണ്. ഇത് സഞ്ചാനിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തത്തക്കൂന എന്നതിന്റെ നേരെ അസൽ എന്താണ്? തൗത്തക്കൂന എന്നാണ്. തൗത്തക്കൂനന്റെ അസല് തൗത്തക്കിയൂന. അപ്പൊ എന്തായി? തഫ്തഇലൂന എന്നായി. ഇഫ്തഅലയാണല്ലോ, ഇഫ്തഅലയാണ്. അപ്പൊ തഫ്തഇലൂന തൗത്തക്കിയൂന. അവിടെ പിന്നെ യാഹിന്റെ ലമ്മത്ത് കാഫിന് കൊടുത്തിട്ട് യാഹിനെ കളഞ്ഞു, ലാമക്ഷരമായ യാഹിനെ കളഞ്ഞു, തൗത്തക്കൂന. എന്നിട്ട് വാവ് അത് ഇഫ്തഅലയിൽ തന്നെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. വാവിനെ മറിച്ച് താ ആക്കിയിട്ട് താം ചെയ്തപ്പോൾ തത്തക്കൂന എന്നായതാണ്. ആ വാവ് മറിഞ്ഞ് താ ആവും. ഇവിടെ രണ്ട് മഫ്ഊലിലേക്ക് എന്താവും? ഈ സൂക്ഷിക്കാക്കല്. വഹിയ ഫറത്തു സിയാനത്തി മുതഅദ്ദിൻ ഇലാ മഫ്ഊലൈനി വല്ലവ്വലു മഹ്ദൂഫൻ. അതാണ് ദസൂഖിയിൽ പറഞ്ഞത്. ഒന്നാമത്തെ മഫ്ഊല് കളയപ്പെട്ടതാണ്. ഫകൈഫ തത്തഖൂന അൻഫുസക്കും അദാബ യൗമിൻ. അദാബ യൗമിൻ എന്നുള്ളിടത്ത് അദാബ് എന്ന മുദാഫിനെ കളഞ്ഞ് യൗമൻ. അപ്പൊ അൻഫുസക്കും ഒന്നാം മഫ്ഊല്, യൗമൻ രണ്ടാം മഫ്ഊല്. ഐ കൈഫ തസൂനൂന അൻഫുസക്കും മിൻ അദാബി യൗമിൻ എന്നാണ്. ഈ തഹ്ദറൂന എന്ന അർത്ഥം വെക്കുമ്പോൾ, സൂക്ഷിക്കുക എന്ന അർത്ഥം വെക്കുമ്പോൾ അത് ഒന്നാം മഫ്ഊല്, ഒരു മഫ്ഊലേ ഉണ്ടാവുകയുള്ളൂ. കാക്കുക എന്നർത്ഥം വെക്കുമ്പോൾ രണ്ട് മഫ്ഊൽ ഉണ്ടാവും. ഏതായാലും മഫ്ഊല ബിഹി ആണ് എന്നതിൽ തർക്കല്ല. തത്തക്കൂന എന്നതിന് നമ്മൾ കാക്കുക എന്ന് അർത്ഥം വെക്കുമ്പോൾ രണ്ട് മഫ്ഊൽ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടാം മഫ്ഊലാണ്. സൂക്ഷിക്കുക എന്നർത്ഥം വെക്കുമ്പോൾ, തഹ്ദറൂനന്റെ അർത്ഥം വെക്കുമ്പോൾ അത് മഫ്ഊൽ ബിഹിയാണ്. അവിടെ പിന്നെ ഒന്നാം മഫ്ഊൽ രണ്ടാം മഫ്ഊൽ എന്ന് പറയാനില്ല. തത്തക്കൂനിന്റെ മഫ്ഊൽ ബിഹിയാണ്. ഏതായാലും ആവട്ടെ, യൗമൻ എന്നുള്ളത് നസ്ബുൻ അലാ അന്നഹു മഫ്ഊലുൻ ബിഹി ലിതത്തഖൂന. ഐ കൈഫ തത്തഖൂന, നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക? യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിനെ. ഇൻ ബഖീതും അലൽ കുഫ്രി, കുഫറിന്റെ മേൽ നിങ്ങൾ നിലനിന്നാൽ. എന്തെന്ന് യൗമൻ, ഒരു ദിവസത്തെ, യജ്അലുൽ വിൽദാന ശീബാ, ആ ദിവസം കുട്ടികളെ നരച്ചവരാക്കും. അപ്പോൾ കുട്ടികളെ നരച്ചവരാക്കുന്നത് ഈ ദിവസമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദിവസം നരച്ചവരാക്കൂല. ഷീബ എന്ന് പറഞ്ഞത് അഷിയബിന്റെ താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്. അഷിയബിന്റെ ജമ്മാണ് ഷീബ്. യഥാർത്ഥത്തിൽ ഷീബ് എന്നുള്ളത് അതിന്റെ അസില് ഷുയിബ് എന്നാണ്. അഷിയബ് എന്നുള്ളത് വസ്ഫാണല്ലോ. അതിന്റെ ജമ്മ ഫുഉല് എന്ന വസനിനാണ് വരിക. ഫുഉലു ലിനഹ്വി അഹ്മരിൻ വഹംറാ വഫഇലത്തുൻ ജംഅൻ ബിനഖ്ലിൻ യൂദ്റാ. അഹ്മർ ഹംറാ പോലത്തതിനുള്ളതാണ് ഫുഉല് എന്ന ജമ്മ, ഫുഉല് എന്ന വസന്. പിന്നെ വഫഇലത്തുൻ ജംഅൻ ബിനഖ്ലിൻ യൂദ്റാ, അത് മറ്റൊരു മസ്അല. ഏതാനും കലിമത്തുകൾക്ക് ഫിഇലത്ത് ജമ്മായിട്ട് വരുന്നുണ്ട്. അത് അഹ്മറിന് ഹംറാവിന്റെ ജമ്മായി വരും എന്നല്ല. ഫിഇലത്ത് വളരെ കമ്മിയായിട്ട് ജമ്മായിട്ട് വരലുണ്ട് എന്നർത്ഥം. ഏതാനും ലഫ്ളുകൾക്ക് മാത്രം.
അഷി ഫുഉലുൽ നഹ്വി അഹ്മരിൻ വ ഹംറാ. അഹ്മർ ഹംറാ പോലത്തതിനാണ് ഫുഉൽ എന്ന വസന്. അതിൽപ്പെട്ടതാണ് അഷിയബാണിത്. അത് വസുഫാണ്, അഫ്അല വസനാണ്, വസുഫുമാണ്. അപ്പോൾ അതിന്റെ ജമ്മു ഫുഉൽ എന്നാണ് വരിക. ഷുയിബ്. അങ്ങനെ വന്നാൽ ആ ഷീനിന്റെ ലൊമ്മിനെ നിലനിർത്താൻ അതിന് കസ്ർ ചെയ്തിട്ട് ഷീബൻ ആയതാ. വയുക്സറുൽ മദ്മൂമു ഫീ ജംഇൻ കമാ യുഖാലു ഹീമുൻ ഇൻദ ജമ്മി അഹിയമാ. ഉണ്ടോ? അഹീമന്റെ ജമ്മില് ഹീമ് എന്ന് പറയും പോലെ യുഖാലു ഹീമുൻ ഇൻദ ജംഇ അഹിയമാ. അഹിയമ എന്നതിന്റെ ജമ്മ് ഹീമ് എന്ന് പറയും പോലെ അതിന്റെ ജമ്മെന്താണ്? ഹുയിമ് എന്നാണ്. ഫുഉൽ എന്ന വസന. വയുക്സറുൽ മദ്മൂമു ഫീ ജമ്മി. മദ്മൂമിന് കസ്ർ ചെയ്യപ്പെടും ഫീ ജമ്മിൻ, ജമ്മില്. അപ്പൊ ഫുഉൽ എന്നതിന്റെ അയിനക്ഷരം യാ ആയി വന്നപ്പോൾ യാഇന്റെ മുനാസബത്തിന് വേണ്ടി ഫാഇന്റെ ലൊമ്മിനെ മറിച്ച് കസ്ർ ചെയ്തു. ഷീബ. ഇതൊക്കെ ഖുർആൻ ഓതുമ്പോൾ നമുക്കത് ബോധ്യമാവണം. യൗമ യജ്അലു വിൽദാന ഷീബ എന്ന് ഖുർആൻ ഓതുമ്പോൾ ഇതിന്റെ അസ്ല് ശുയിബ് എന്നാണെന്നൊക്കെ, അതുപോലെ തത്തഖൂന എന്ന് നാം ഖുർആൻ ഓതുന്ന സമയത്ത് അതിന്റെ അസ്ല് തൗതഖിയൂന എന്നാണെന്നൊക്കെ നമുക്ക് ബോധ്യം വരണം. ആ ഓതുന്ന സമയത്ത് തന്നെ ഇതെല്ലാം, ഈ നിയമങ്ങൾ നമുക്ക് ഓടണം. അതാണ് യഥാർത്ഥ ഓത്ത്. ഇവിടുന്നാണ് നുസിബൽ ഫിഇലു, ഫിഇലിനെ ചേർക്കപ്പെട്ടു ഇല സമാനി, സമാനിലേക്ക്, ആ ദിവസം ആക്കും. വഹുവ ഫിഇലുല്ലാഹി തആല, ആ ഫിഇല് നരച്ചവരാക്കൽ എന്ന പണി അത് അള്ളാഹുവിന്റെ ഫീലാണ്. ഹക്കീക്കത്തൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഫീലിനെ എന്തിലേക്കാ ചേർത്തിയത്? സമാനിലേക്കാ ചേർത്തിയത്. ആ ദിവസമാക്കും. വഹാദ, ഈ കുട്ടികളെ നരച്ചവരാക്കൽ എന്ന സംഗതി കിനായത്തുൻ അൻ ശിദ്ദത്തിഹി, ആ ദിവസത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കലാണത്. അല്ലാതെ കുട്ടികൾ ഹക്കീക്കത്തിൽ നരക്കും എന്നല്ല. ആ ദിവസത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ഒന്ന് സൂചന നൽകിയതാണ്, സൂചിപ്പിക്കലാണ്. വകസറത്തിൽ ഹുമൂമി, പിന്നെ വല്ലഹസാനി ഫീഹി, ആ ദിവസത്തിലുള്ള ബുദ്ധിമുട്ട്, ദുഃഖങ്ങളെയും അതുപോലെ തന്നെ മനക്ലേശങ്ങളുടെ പെരുപ്പത്തിനെ തൊട്ടും ഒരു സൂചിപ്പിക്കലാണ്, കിനായത്താക്കി പറഞ്ഞതാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അന്ന ഷൈബ, ഈ നെര എന്നുള്ളത് മിമ്മ യതസാറഉ ഇൻദ തഫാക്കുമി ശദാഇദി, ബുദ്ധിമുട്ടുകൾ മേൽക്കുമേൽ തിങ്ങിക്കൂടുന്ന സമയത്ത്, ബുദ്ധിമുട്ടുകൾ ഒരുമിച്ചു കൂടുന്ന സമയത്ത് ഓടി വരുന്ന ഒരു സംഗതിയാണ് നെര എന്നുള്ളത്. വൽ മിഹനി, പരീക്ഷണങ്ങളും. അപ്പോൾ മനുഷ്യന് ടെൻഷൻ കൂടുമ്പോൾ നെര ഓടി വരും. അങ്ങനത്തെ ഒരു വേഗം നിരക്കും. അല്ലെങ്കിൽ അത് കിനായത്താണ്. എന്തിനെ തൊട്ട്? അൻ തൂലിഹി, ആ ദിവസത്തിന്റെ ദൈർഘ്യത്തെ തൊട്ട് കിനായത്ത. കാരണം ആ ദിവസം ആ ഖുർആനിൽ തന്നെ ഉണ്ട്, 50,000 കൊല്ലത്തിന്റെ മേനിയാണ് ആ ദിവസത്തിന് എന്നുണ്ട്. ചില ആയത്തിൽ 1000 വർഷം എന്നുണ്ട്. സജദ സൂറത്തിൽ 1000 വർഷം എന്നു. അൽഫസനത്തിൻ മിമ്മാ തഉദ്ദൂൻ, മറ്റത് 50 അൽഫൻ എന്നൊക്കെ പറഞ്ഞ് ഖുർആനിലുണ്ട്. അവ ചിലരെ അപേക്ഷിച്ച് ആ ദിവസത്തിന് ഒരുപാട് ദൈർഘ്യം ഉണ്ടാകും. കുട്ടികൾ നിരക്കാറുള്ള പ്രായം എത്തുന്ന ഒരു കാലം എന്ന് ചുരുക്കം. കാരണം അന്നൽ അത്ഫാല, കുട്ടികൾ യബ്ലുഹൂന ഫീഹി, ആ ദിവസത്തിൽ എത്തിപ്പെടും. അവാന ശൈഖൂഖത്തി, വാർദ്ധക്യത്തിന്റെ സമയത്ത് അവസരത്തിലേക്ക് എത്തിപ്പെടും.
ഏയ് ഒരു ഒരു വൃദ്ധനാകാനുള്ള സമയം അവിടെ ഉണ്ടാകും. അത്രക്കും വലിയ ദിവസമാണ് ആ ദിവസം. പിന്നെ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ, ഭൂമി അതിന്റെ ഭാരങ്ങളെ പുറന്തള്ളി. ഐ മാഫീഹ, ആ ഭൂമിയിൽ ഉള്ളതിനെ ഭൂമി പുറന്തള്ളി. അതെന്തിനാ? മിന ദഫാഇനി, പിന്നെ മറമാടപ്പെട്ടവരാലും വൽ ഖസായിന്, സൂക്ഷിപ്പ് വസ്തുക്കളാലും. കുറെ മരിച്ചവരെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരും ഭൂമിയുടെ അടിയിൽ മറമാടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് സൂക്ഷിപ്പ് വസ്തുക്കളും ഭൂമിന്റെ അടിയിൽ മനുഷ്യന്മാർ വെച്ചതും നേരത്തെ തന്നെ അല്ലാഹു തആല അതിന്റെ അകത്ത് കണക്കാക്കിയതുമായ ഒരുപാട് സാധനങ്ങൾ ഭൂമിന്റെ അകത്തുണ്ട്. അതെല്ലാം എന്താണ്? ആ ഭൂമി പുറന്തള്ളും ഖിയാമത്ത് നാളിൽ. ഇവിടെ ഈ ഇഖ്റാജ് എന്ന പണിയെ ഭൂമിയിലേക്ക് ചേർത്തി. നുസിബൽ ഇഖ്റാജു ഇലാ മക്കാനിഹി, ആ ഇഖ്റാജിന്റെ മക്കാനിലേക്ക് ചേർത്തി. മക്കാനും ഇഖ്റാജുമായിട്ടൊരു ബന്ധമുണ്ട്. വഹുവ ഫീലുല്ലാഹി തആല ഹഖീഖത്തൻ, ഇഖ്റാജിൽ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഫീലാണ്. അതാണ് ഖുർആനിൽ ഒരു മജാസ് അഖ്ലി ഫീ നഫ്സിൽ ഒരുപാട് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം. പിന്നെ വഖൈറു മുഖ്തസിൻ ബിൽ ഖബരി വഹുവ ഫിൽ ഖുർആനി കസീർ, മജാസ് അഖ്ലി ഖുർആനിൽ കസീറുൻ ഒരുപാടുണ്ട്. വഖൈറു മുഖ്തസിൻ ബിൽ ഖബരി, ഈ മജാസ് അഖ്ലി ഖബർ കൊണ്ട് ഖാസായത് അല്ലാത്തതുമാണ്. അത്ഫുൻ, ഈ വൈറു മുഖ്തസിൻ ബിൽ ഖബരി എന്ന് പറഞ്ഞത് അത് അത്ഫ് ചെയ്യപ്പെട്ടതാണ് അലാ ഖൗലിഹി വഹുവ കസീർ. വഹുവ കസീർ എന്നതിന്റെ മേൽ അത്ഫാണ്. അപ്പോ വഹുവ വൈറു മുഖ്തസിൻ ബിൽ ഖബരി എന്നായി. പിന്നെ ഇന്നമാ കാല ദാലിക, ഈ വഹൈറു മുഖ്തസിൻ ബിൽ ഖബരി എന്ന് എന്തിനു പറഞ്ഞു? ആരാണത് ഖബർ കൊണ്ട് ഖാസാണെന്ന് പറഞ്ഞവര്? ആരും പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാണ് അത് ഖബർ കൊണ്ട് ഖാസായത് അല്ലാത്തതുമാണെന്ന് പറയാനുള്ള കാരണം? ഇന്നമാ കാല ദാലിക, മുസന്നിഫ് ഇത് പറഞ്ഞു, വഹൈറു മുഖ്തസിൻ ബിൽ ഖബരി എന്ന് പറഞ്ഞു. അത് അന്ന തസ്മിയത്തുഹു, ഈ മജാസ് അഖ്ലിയിന്റെ പേര് പറയൽ, ബി അൽ മജാസ് ഫിൽ ഇസ്ബാത്ത്, അൽ മജാസ് ഫിൽ ഇസ്ബാത്ത് എന്നതുകൊണ്ട് പേര് പറയല്, അത് നേരത്തെ പറഞ്ഞു പോയതാണ്. ഈറാദുഹു, മജാസ് അഖ്ലിയിനെ കൊണ്ടുവരലും, ഫി അഹ്വാലിൽ ഇസ്നാദിൽ ഖബരിയി, ഖബരിയായ ഇസ്നാദിന്റെ അഹ്വാലിന്റെ ബാബിൽ അതിനെ കൊണ്ടുവന്നതും, യൂഹിമു തോന്നിപ്പിക്കും, ഇഖ്തിസാസുഹു, മജാസ് അഖ്ലിയി ഖാസായിട്ടുണ്ട്, അത് പ്രത്യേകമായിട്ടുണ്ട്, ബിൽ ഖബരി ഖബർ കൊണ്ട് പ്രത്യേകമായിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കും. കാരണം ഇസ്നാദിയായ ഖബരിയായ ഇസ്നാദിന്റെ അഹ്വാലിൽ പറഞ്ഞപ്പോൾ മജാസ് അഖ്ലിയി ഖബർ കൊണ്ട് ഖാസായതാണ് എന്ന് തോന്നിപ്പിക്കും. പിന്നെ മജാസ് അഖ്ലിക്ക് അൽ മജാസ് ഫിൽ ഇസ്ബാത്ത് എന്ന പേരുമുണ്ട്. ഇസ്ബാത്തും നഫിയുമൊക്കെ ഖബറിലേ ഉണ്ടാവുകയുള്ളൂ. വൽ അജ്രി ഫിൽ ഇൻഷാഇ, അത് മത്തനാണത്. ഇൻഷാഇൽ മജാസ് അഖ്ലി ജാരിയാകും, നടക്കും. നെഹ്വു യാ ഹാമാനു ബിനിലി സർഹ, ഹാമാനെ നീ എനിക്കൊരു കൊട്ടാരം നിർമ്മിക്ക്. ഇവിടെ ഹാമാനിനോടാണ് നിർമ്മിക്കാൻ പറഞ്ഞത്. ഫഇന്നൽ ബിനാഅ, ബിനാ ഫിഇലുൽ അമലത്തി, അത് തൊഴിലാളികളുടെ പണിയാണ്. വഹാമാനു സബബുൻ ആമിറുൻ, ആമിറായ സബബാണ്. അപ്പൊ ഇൻഷായിൽ എന്തുണ്ടായി? മജാസ് അഖ്ലി ഇവിടെ സ്ഥിരപ്പെട്ടു. വകദാ ഖൗലുക, ഇങ്ങനെ തന്നെയാണ് നിന്റെ കൗല്. ഫൽ യുംബിത്തി റബീഉ, റബീഉ മുളപ്പിക്കട്ടെ. മാഷാ
അപ്പോൾ ഇവിടെ എന്താണ്? റബി മുളപ്പിക്കട്ടെ മാഷാ. ഇവിടെ യുംബിത്തിന് റബിയിലേക്ക് അമ്രു ഫീല്, അമ്രു ഗായിബാണ്, റബിയിലേക്ക് ഇസ്നാദ് ചെയ്തു. വൽ യസും നഹാറുക്ക, നിന്റെ പകല് നോമ്പ് നോക്കട്ടെ. അവിടെ അമ്രു ഫീലാണ്, അതും അമ്രു ഗായിബാണ്, നഹാറിലേക്ക് ഇസ്നാദ് ചെയ്തു, അത് മജാസ് അക്ലിയാണ്. പിന്നെ വൽ യജിദ്ദ ജിദ്ദുക്ക, വൽ യജിദ്ദ, ഇവിടെ ജദ്ദ യജിദ്ദു എന്നും ഒരു ലോകത്തുണ്ട്, ജദ്ദ യജുദ്ദു എന്നും ലോകത്തുണ്ട്. ജദ്ദ യജിദ്ദു ആകുമ്പോൾ വൽ യജിദ്ദ വൽ യജിദ്ദി വൽ യജിദിദ് മൂന്നും വായിക്കാം. ഇത് അവനെ ഫക്കുൽ ഇദ്ഗാമ ഒന്ന്, പിന്നെ കസുറും ഫത്തുഹും. ജദ്ദ യജുദ്ദു എന്ന ലോകത്ത് പ്രകാരോ വൽ യജുദ്ദ വൽ യജുദ്ദി വൽ യജുദ്ദു വൽ യജുദുദ്. 4 ഫക്കുൽ ഇദ്ഗാമു, ഇദ്ഗാമിനെ ഫക്ക് ചെയ്തും കൊണ്ടും വായിക്കാം. ദാലിന് കസുറ് ലൊമ്മ് ഫത്തഹ് ഇദ്ഗാമോടുകൂടെ സഞ്ചാലിൽ പറഞ്ഞിട്ടുണ്ടത്. അപ്പോ വൽ യജിദ്ദ ജിദ്ദുക്ക, നിന്റെ പരിശ്രമം, നിന്റെ പരിശ്രമിക്കട്ടെ. അവിടെ മസ്തറിലേക്ക് ഇസ്നാദ് ചെയ്തു. ഉമാ അസ്ബഹ ദാലിക, ഇതിനോട് തുല്യമായ ഒന്നുപോലെയും, അതെന്തിനാൽ മിമ്മ ഒന്നിനാൽ, ഉസ്നദ ഫീഹി, ആ ഒന്നിൽ ഇസ്നാദ് ചെയ്തിട്ടുണ്ട്, അൽ അമ്രു, അമ്രിനെ ഇസ്നാദ് ചെയ്തു, അവിന്നഹിയു, അല്ലെങ്കിൽ നഹിയിനെ ഇസ്നാദ് ചെയ്തു, ഇലാമ, ഒരു മുസ്നദിലേക്ക്, ലൈസൽ മത്ലൂബ് മിന്നു, അതിനാലുള്ള മത്ലൂബല്ല, സുദൂറൽ ഫീലി അവിത്തറുക്കി അൻഹു, ആ മുസ്നദിലയിൽ നിന്ന് ഫീലോ തുർക്കോ ഉണ്ടാവലല്ല. പിന്നെ ഇസ്നാദ് ചെയ്തത് മജാസായിട്ട് ഇസ്നാദ് ചെയ്തതാണ്. വല്യസും നഹാറുക്ക എന്ന് പറഞ്ഞത് പകലിൽ നിന്ന് നോമ്പുണ്ടാകലല്ല അവിടെ മത്ലൂബ്. പിന്നെന്താണ്? അവിടെ ഈ മുഖാത്തബിൽ നിന്ന് നോമ്പുണ്ടാവലാണ് മത്ലൂബ്. പിന്നെ നഹാറിലേക്ക് ഇസ്നാദ് ചെയ്തത് അത് മജാസ് അക്ലിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മുസ്നദിലൈഹിൽ നിന്ന് ഫീലുണ്ടാവൽ മത്ലൂബല്ലാത്തോടത്ത് അമ്രിനെയോ നെഹിയിനോ ഇസ്നാദ് ചെയ്താലും അവിടെ എന്തുണ്ടാവും? മജാസ് അക്ലിയ് ഉണ്ട്. വക്കദാ കൗലുക്ക, ഇങ്ങനെ തന്നെയാണ് നിന്റെ കൗല്, ലൈത്തൻ നഹ്റജാരിൻ, അത് തമന്നിയാണ്. ഇവിടെ നെഹ്റ, ലൈത്തൻ നഹ്റ ജാരിൻ, ജാരിൻ എന്നതിനെ നെഹ്റിലേക്ക് ഇസ്നാദ് ചെയ്തു, അതും മജാസാണ്. വ കൗലി തആല, അല്ലാഹു തആലാന്റെ കൗല് പോലെയും. അപ്പോൾ എന്താ? വക്കദാ കൗലുക്ക എന്നാണ് നിന്റെ കൗല്. അപ്പോ കൗലുഹു വകദാ കൗലുക ലൈത്തൻ നഹ്റ ജാരിൻ വകൗലുഹു തആല, അല്ലാഹുവിന്റെ കൗലും ഇങ്ങനെ തന്നെയാണ്. അസ്സലാത്തുക തഉമുറുക എന്ന് ശുഐബ് നബിയോട് അല്ലെങ്കിൽ ഇസ്മായിൽ നബിയോട്, ആരോടായാലും ശരി, ഇസ്മായിൽ നബിയോട് കൗമ് ചോദിച്ചതാണ്. അസ്സലാത്തുക തഉമുറുക, അവിടെ ഇസ്തിഫാമാണുള്ളത്. ലൈത്തൻ നഹ്റ തമന്നിയാണ്. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഇൻഷാഇയ ജുംലകളിൽ പെട്ടതാണ്. നിന്റെ നിസ്കാരമാണോ നിന്നോട് കൽപ്പിക്കുന്നത്? പിന്നെ വലാ ബുദ്ദലഹു ഐലിൽ മജാസിൽ അക്ലിയി, അക്ലിയായ മജാസിന് കൂടാതെ കഴിയില്ല. മിൻ കരീനത്തിൻ, ഒരു കരീനത്ത് കൂടാതെ കഴിയില്ല. എങ്ങനത്തെ കരീനത്ത്? സ്വാരിഫത്തിൻ അൻ ഇറാദത്തി ലാഹിരിഹി, ആ മജാസ് അക്ലിയിന്റെ ലാഹിറിനെ ഉദ്ദേശിക്കുന്ന തൊട്ട് തിരിക്കുന്നൊരു കരീനത്ത് കൂടാതെ കഴിയില്ല. കാരണം കരീനത്തില്ലെങ്കിൽ ഇവിടത്തെ മുസ്നദ് ഇലൈഹിനെ മാഹുവലഹു ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. കാരണം ലി അന്നൽ മുതബാദിറൈലൽ ഫഹ്മി ഇന്ദന്ദിഫാഇൽ ഖരീനത്തി ഹുവൽ ഹഖീഖത്തു, ഫഹ്മിലേക്ക്
തവാതുറാകുന്നത് ഇന്നന്തിഫാഇൽ കരീനത്തി കരീനത്തില്ലാത്ത സമയത്ത് ഹുവൽ ഹക്കീക്കത്ത് മാത്രമാണ്. അതുകൊണ്ടാണ് മജാസ് അക്ലിയായിട്ട് എണ്ണണമെങ്കിൽ ഇവിടത്തെ ലാഹിർ ഉദ്ദേശം ഇല്ല എന്ന് അറിയിക്കുന്ന കരീനത്ത് വേണം. അതില്ലാത്ത കാലത്തോളം അതിനെ നമ്മൾ ഹക്കീക്കത്ത് അക്ലിയത്തായിട്ട് മനസ്സിലാക്കും. ആരുടെ അടുക്കൽ? ഈ മുത്തക്കല്ലിമിന്റെ അടുക്കൽ അത് ഹക്കീക്കത്ത് അക്ലിയത്താണ്, അല്ലെങ്കിൽ മജാസ് അക്ലിയാണ്. കാരണം ജാഹില് അമ്പത്തല്ലാഹുൽ ബഖല എന്ന് പറയുമ്പോൾ അതെന്താണ്? മജാസാണല്ലോ. ആരടുക്കൽ? ഈ കേൾക്കുന്ന മുവഹിദിന്റെ അടുക്കൽ മജാസാണെന്നല്ല, ആ സംസാരിച്ചവന്റെ അടുക്കൽ മജാസാണ്. അവന്റെ ഉദ്ദേശമാണ് ഇവിടെ പരിഗണിക്കുക. ലഫ്ലിയായ കരീനത്ത് കൂടാതെ കഴിയില്ല. കമാമറ ഫീ ഖൗലി അബിൻ നജ്മിന്റെ കൗലിൽ കഴിഞ്ഞുപോയതുപോലെ. എന്ത്? അഫ്നാഹു ഖീലുല്ലാഹി ലിശംസു തുലൂഇ, കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞതാണത്. ഖീലുല്ലാഹിയാണ് നശിപ്പിച്ചത് എന്ന് പറഞ്ഞു. ആ ഖീലുല്ലാഹി ലഫ്ലിയായ കരീനത്താണ്. കഴിഞ്ഞ പാഠത്തിൽ വന്ന ബൈത്താണത്. ഖദ് അസ്ബഹത്ത് ഉമ്മുൽ ഖിയാരി തദ്ദഇ അലയ്യ ദംബൻ കുല്ലുഹു ലം അസ്നഇ എന്ന് പറഞ്ഞ് ആ ബൈത്തിന്റെ ഇപ്പുറത്ത് ബൈത്താണത്. ഔ മഅനവിയ്യത്തിൻ, അല്ലെങ്കിൽ ഒരു മഅനവിയ്യത്തായ കരീനത്ത് കൂടാതെ കഴിയില്ല. അതേതുപോലെ കസ്തിഹാലത്തി ഖിയാമിൽ മുസ്നദി ബിൽ മദ്കൂരി, പറയപ്പെട്ട മുസ്നദ് ഇലൈഹിയിൽ മുസ്നദ് നിന്നുപോരൽ അസംഭവ്യമാകും പോലെ. ഐ ബിൽ മുസ്നദ് ഇലൈഹി, മുസ്നദ് ഇലൈഹിയിൽ മുസ്നദ് നിന്നുപോരൽ എന്താണ്? മുഹാലാണ്. എങ്ങനത്തെ മുസ്നദ് ഇലൈഹി? ഐ ബിൽ മുസ്നദ് ഇലൈഹി, അതായത് മുസ്നദ് ഇലൈഹിയിൽ മുസ്നദ് നിന്നുപോരൽ മുഹാലാകും പോലെ. എങ്ങനത്തെ മുസ്നദ് ഇലൈഹി? അൽ മദ്കൂർ അൽ മുസ്നദി, മുസ്നദോടൊപ്പം പറയപ്പെട്ട മുസ്നദ് ഇലൈഹി. മുസ്നദിന്റെ കൂടെ പറയപ്പെട്ട മുസ്നദ് ഇലൈഹിയിൽ മുസ്നദ് നിന്നുപോരൽ മുഹാലാകും പോലെ. അഖിലൻ, അഖിലിൽ മുഹാലാകും പോലെ. ഐ മിൻ ജിഹത്തിൽ അഖിലി, അഖിലിന്റെ ഭാഗത്തിലൂടെ അതെന്താണ്? മുഹാലാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കും അത് മുഹാലാണ്. അതാണ് അഖിലിയായ മുഹാല്. ആദിയായ മുഹാലല്ല, അഖിലിയായ മുഹാല്. എല്ലാവരുടെ അടുക്കലും ഈ ഫിഇല് ഈ മുസ്നദ് ഇലൈഹിൽ നിന്നുണ്ടാവല് മുഹാലാണെന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതിനാണ് അഖിലിയായ മുഹാല് എന്ന് പറയുന്നത്. യഅനി അയ്യക്കൂന, ആ മുസ്നദാവലാണ് ബിഹൈസു, ഒരു നിലയിലാവലാണ്. ലാ യദ്ദഇ അഹദും മിനൽ മുഹിക്കീന വൽ മുബ്തിലീന, സത്യവാദികളും അസത്യവാദികളും ആരും തന്നെ വാദിക്കുകയില്ല. മുഹിക്കും മുബ്തിലും ആരും വാദിക്കുകയില്ല. അന്നഹു കാര്യം യജൂസു ഖിയാമുഹു ബിഹി, ഇവിടെ പറഞ്ഞ ഈ മുസ്നദ് കൂടെയുള്ള മുസ്നദ് ഇലൈഹിൽ നിന്ന് പോരൽ ജായിസാണെന്ന് ആരും സമ്മതിക്കുകയില്ല, വാദിക്കുകയില്ല. കാരണം അന്നൽ അഖ്ല ഇദാ ഖുല്ലിയ, അഖ്ലിനെ അങ്ങോട്ട് വെറുതെ വിട്ടാൽ, വനഫ്സുഹു, അവന്റെ നഫ്സ് യഉദ്ദുഹു, അതിനെ എണ്ണും, മുഹാലായിട്ടെണ്ണും. കഖൗലിക മഹബ്ബത്തുക ജാഅത് ബി ഇലൈക എന്ന് പറയുമ്പോൾ, നിന്നോടുള്ള സ്നേഹം എന്നെ കൊണ്ടുവന്നു, ഇലൈക, നിന്നിലേക്ക് കൊണ്ടുവന്നു. നിന്നോടുള്ള സ്നേഹം, നിന്നോടുള്ള മഹബ്ബത്തുക, നിന്നോടുള്ള സ്നേഹമാകുന്നത്, ജാഅത്ത്, ആ മഹബ്ബത്ത് കൊണ്ടുവന്നു, ബി എന്നെ, ഇലൈക, നിന്നിലേക്ക്. എല്ലാവരും സമ്മതിക്കും ഒരു സ്നേഹം എന്നത് കൊണ്ടുവരുന്ന സംഗതിയല്ല. മജീ മഹബ്ബത്തിൽ നിന്ന് പോരൽ മുഹാലാണ്. ലിളുഹൂരിസ്തിഹാലത്ത് ഖിയാമിൽ മജീഇ, മജീ
നിന്ന് കായിമാവൽ മുഹാലായതിനു വേണ്ടി ബിൽ മഹബത്തി മഹബത്തിൽ കേട്ടോ. ഔ ആദത്തൻ അല്ലെ അതുകൊണ്ട് ഇത് മജാസി അഖ്ലിയാണ്. കരീനത്ത് എന്താണ്? കരീനത്തിൽ ഇവിടെ മഹബത്ത് എന്ന ഈ കലിമത്തിൽ ജാഅത്ത് എന്ന മജീ എന്നത് കായിമാവൽ മുഹാലാണ്. കാരണം മഹബത്ത് എന്നുള്ളൊരു ഏറ്റുമാരിയായ കാര്യമാണ്, ഒരു മഅനയാണത്. പിന്നെ ഔ ആദത്തൻ അല്ലെങ്കിൽ ആദത്തിൽ എന്താവുക? അസംഭവ്യമാകും പോലെ. ഐ മിൻ ജിഹത്തിൽ ആദത്തിന്റെ ഭാഗത്തിലൂടെ. അഖിലിൽ അത് മുഹാലല്ലെങ്കിലും ആദത്തിൽ മുഹാലാണ്. നഹ്വു ഹസമൽ അമീറുൽ ജുന്ദ, അമീർ ഓടിച്ചു, ആരെ? പട്ടാളത്തെ ഓടിച്ചു. അത് അഖിലിൽ മുഹാലൊന്നും അല്ല, പക്ഷെ ആദത്തില് അത് മുഹാലാണ്. ഓടിക്കൽ എന്ന പണി അമീറല്ല നടത്തല്, അമീറിന്റെ പട്ടാളാണ്. ലിസ്തിഹാലത്തി ഖിയാമി ഹസിമിൽ ജുന്ദി, സൈന്യത്തെ ഓടിക്കൽ എന്ന കാര്യം കായിമാവൽ മുഹാലായതിനു വേണ്ടി ബിൽ അമീരി വഹദഹു, അമീറിൽ മാത്രം. ആദത്തിൽ മുഹാലായതിനു വേണ്ടി. വഇൻകാന മുംകിനൻ അഖിലൻ, അഖിലിൽ അത് മുംകിനാണെങ്കിലും ശരി. വഇന്നമാ കാന, തീർച്ചയായിട്ടും മുസന്നിഫ് പറഞ്ഞു, ഖിയാമുഹു ബിഹി എന്ന് പറഞ്ഞു. എവിടെയാണത് പറഞ്ഞത്? വഇന്നമാ കാല ഖിയാമുഹു ബിഹി കസ്തിഹാലത്തി ഖിയാമിൽ മുസ്നദി ബിൽ മദ്കൂരി, അതാണത്. ഇന്നമാ കാല ഖിയാമുഹു ബിഹി അല്ലെങ്കിൽ ഖിയാമിഹി ബിഹി, അങ്ങനെ വായിക്കാം ഇക്കാത്തായിട്ട്. അതായത് കസ്തിഹാലത്ത് ഖിയാമിൽ മുസ്നദി ബിൽ മദ്കൂരി എന്ന് പറഞ്ഞല്ലോ, അതിനെപ്പറ്റിയാണ് പറയുന്നത്. മുസ്നദ് കായിമാവൽ, മുസ്നദി മദ്കൂറായ മുസ്നദ് ഇലൈഹിയിൽ, മുസ്നദോടുകൂടെ പറയപ്പെട്ട മുസ്നദ് ഇലൈഹിയിൽ മുസ്നദ് കായിമാവൽ മുഹാലാണ്. സുദൂർ എന്ന് പറയാതെ ഖിയാം എന്ന് പറഞ്ഞത് ലിയഉമ്മ സുദൂറ അൻഹു, അത് മുസ്നദ് ഇലൈഹിൽ നിന്ന് ഉണ്ടാകുന്നതിനെയും ഉണ്ടായതിനെ ഉൾപ്പെടുത്താൻ വേണ്ടി. മിസ്ലുൽ അറബ ഹസമ, ഇത് നെറുബും ഹസമും മുസ്നദ് ഇലൈഹിൽ നിന്നുണ്ടാകുന്നതാണ്. വഗൈറഹു, അവനിൽ നിന്ന് ഉണ്ടാകുന്നത് അല്ലാത്തതിനെയും ഉൾപ്പെടുത്താൻ വേണ്ടി. കറുബ, അടുത്തു, ബഉദ, ദൂരത്തായി. അത് അവരിൽ നിന്ന് സുദു ഉണ്ടാകുന്നതല്ല, അത് പക്ഷെ അവരിൽ കായിമായൊരു മഅനയാണ് ഖുർബും ബഉദും. അതുകൊണ്ടാണ് കസ്തിഹാലത്ത് ഖിയാമിൽ മുസ്നദി ബിൽ മദ്കൂരി എന്ന് പറഞ്ഞത്. എന്ത് പറഞ്ഞില്ല? കസ്തിഹാലത്തി സുദൂരിൽ മുസ്നദി ബിൽ മദ്കൂരി എന്ന് പറയാതെ ഖിയാമിൽ മുസ്നദി ബിൽ മദ്കൂരി എന്ന് പറഞ്ഞത് മുസ്നദ് ഇലൈഹിൽ നിന്ന് ഉണ്ടാകുന്നതിനെയും അല്ലാത്തതിനെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ്. ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.